നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആട്, തേക്ക്, മാഞ്ചിയം തുടങ്ങി സോളാർ വരെയുള്ള നിരവധി തട്ടിപ്പുകൾ അരങ്ങേറിയ ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്കെല്ലാവർക്കും ഇത്തരം നിരവധി തട്ടിപ്പുകളെക്കുറിച്ച് നിരവധി കഥകൾ അറിയാം. ഇപ്പോഴിതാ ആ ശൃംഖലയിലേക്ക് മറ്റൊരു വലിയ ശതകോടികളുടെ തട്ടിപ്പിൻ്റെ ചുരുൾ നിവരുകയാണ്. ദൈവാധീനം കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഈ ഒരു തട്ടിപ്പിൽ അധികമാർക്കും പണം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കൊച്ചി സ്വദേശിയായ വനിത 20 ലക്ഷം രൂപ മുടക്കിയിട്ട് അതിൽ സംശയം തോന്നി പോലീസിന് നൽകിയ പരാതിയാണ് സംഭവങ്ങളുടെ ചുരുൾ നിവർത്തിയത്. നമുക്ക് വിശദമായിട്ട് ഈ തട്ടിപ്പ് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതീവ സമ്പന്നരായ 10 പേരെ എടുത്താൽ അതിലൊരാളാണ് ഗൗതം അദാനി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, അതായത് നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം, അത് നിർമ്മിക്കുന്നത് അദാനിയുടെ കമ്പനിയാണ്. ആ അദാനി പോലും മൂക്കത്ത് വിരൽ വെച്ച് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഈ തട്ടിപ്പ് കണ്ടിട്ട്. തട്ടിപ്പ് എന്താണെന്നല്ലേ? അതായത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിൽ, അതായത് അവിടെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്നതിലേക്കായി തനിക്ക് കരാർ ലഭിച്ചിട്ടുണ്ടെന്നും അതിലേക്ക് സ്വകാര്യ നിക്ഷേപകരെ ക്ഷണിക്കുന്നുണ്ടെന്നും പരസ്യം നൽകിയാണ് ഒരു വിദ്വാൻ രംഗത്തെത്തിയത്. ഈ വിദ്വാൻ മലപ്പുറം സ്വദേശിയായ സൽമാനുൽ ഫാരിസ് എന്ന വ്യക്തിയാണ്. ഇയാളിപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും തമ്പാനൂർ പോലീസിൽ ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് സൽമാനുൽ ഫാരിസ് മുങ്ങിയത്. ഇനി ഈ തട്ടിപ്പ് എങ്ങനെ എന്നും കൂടി, ഇയാൾ എങ്ങനെയൊക്കെയാണ് ഇത് നടത്താൻ ശ്രമിച്ചത് എന്നുകൂടി നമ്മൾ അറിയണം. നിലവിൽ നമ്മുടെ അറിവിൽ, അതായത് പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, കൊച്ചി സ്വദേശിയായ ഒരു വനിതയ്ക്ക് 20 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടുതലാരും പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. നമുക്കറിയാം, പണ്ട് സോളാർ തട്ടിപ്പിൽ എങ്ങനെയാണ് ആൾക്കാർ ചെന്ന് വീണത് എന്ന് നമുക്കറിയാം. നിരവധി ആൾക്കാർക്ക് അന്ന് കോടികൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിനു മുമ്പ് നടന്ന പല തട്ടിപ്പുകളും, ടോട്ടൽ ഫോർ യു തട്ടിപ്പ്, നിക്ഷേപ തട്ടിപ്പ്, ആടുമാഞ്ചിയം, തേക്ക് മുതൽ ഈ ചരിത്രം ആരംഭിക്കുകയാണ്. എത്രയായാലും മലയാളി ഇതൊന്നും പഠിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തി സൽമാനുൽ ഫാരിസ് എന്ന് പറയുന്ന ഈ മലപ്പുറം സ്വദേശി കേവലം ഒരു വ്യക്തിയല്ല, ഇയാളുടെ പിന്നിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വലിയ തട്ടിപ്പ് മാഫിയ. എങ്ങനെയെന്നല്ലേ? അതായത് ഒറിജിനലിനെ വെല്ലുന്ന രേഖകൾ, വളരെ കൃത്യമായിട്ട് സർക്കാർ മുദ്രകൾ, സീലുകൾ, ലെറ്റർ പാഡുകൾ, ഡിജിറ്റലായിട്ടുള്ള രേഖകൾ, ഇതൊക്കെ ഇയാൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിസ്സാരം കേവലം ഒരു വ്യക്തി വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അതിന് ഇയാളെ സഹായിക്കുന്ന ആരൊക്കെയോ, അതായത് ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള വ്യാജരേഖകളാണ് ഇയാൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ സർക്കാരിൽ നിന്ന് തനിക്ക് ഈ പറഞ്ഞതുപോലെ, അതായത് വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡിൽ നിന്ന് ഈ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പദ്ധതി നടത്താനായിട്ട് തനിക്ക് കരാർ ലഭിച്ചിരിക്കുന്നു എന്ന വ്യാജരേഖ അടക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിസ്സാര കാര്യമല്ല. ഇത് വിഴിഞ്ഞം സീപോർട്ട് ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ഒരു ഔദ്യോഗിക പദ്ധതിയാണ് എന്ന് പറഞ്ഞാണ് ഇയാൾ ജനങ്ങളെ സമീപിച്ചിരിക്കുന്നത്, നിക്ഷേപകരെ സമീപിച്ചിരിക്കുന്നത്. നിക്ഷേപം മാത്രമല്ല, പണം ഇതിലേക്ക് കടം കൊടുക്കാനും കഴിയും. അതിനും വ്യാജരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ഏതെങ്കിലും ബാങ്കിനെ കബളിപ്പിച്ച് ഇയാൾ ലോണ് വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തമ്പാനൂർ പോലീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ
ഉയർന്ന ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കേവലം പോലീസിനെ കൊണ്ട് മാത്രം അന്വേഷിച്ച് കുറ്റവാളിയെ കണ്ടെത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഒരു കേസല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. സൈബർ ഫോറൻസിക് ഉൾപ്പെടെയുള്ള അന്വേഷണ വിഭാഗങ്ങൾ ഇതിനകത്ത് ഇടപെടണം. അതുപോലെ തന്നെ EDയുടെ സഹായം തേടണം. കാരണം ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നറിയണം. ഈ കള്ളപ്പണം കയ്യിലുള്ളവർ ഇത്തരം പദ്ധതികളിൽ കൊണ്ട് നിക്ഷേപിക്കും പണം, എന്നിട്ട് അവർ മിണ്ടാതിരിക്കും. പോയാലും അത് കള്ളപ്പണമാണ്, പോട്ടെ എന്ന് വെക്കും. നമ്മൾ സോളാറിലും ഇത് കണ്ടതാണ്. നിരവധി ആൾക്കാർ യാതൊരു രേഖകളും വാങ്ങാതെ കോടികളാണ് അവിടെ നിക്ഷേപിച്ചത്. ഇവിടെയും അതുപോലെ നിക്ഷേപം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിസാരം ഒരു പോലീസ് കേസാക്കി, ഇതിപ്പോൾ തിരുവനന്തപുരത്ത് തമ്പാനൂർ പോലീസിലാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കേവലം ഒരു പോലീസ് അന്വേഷണത്തിൽ മാത്രം ഇതിൻ്റെ ആഴവും വ്യാപ്തിയും ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. ഇതൊരു വലിയ തട്ടിപ്പിൻ്റെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആഴത്തിൽ ഈ തട്ടിപ്പ് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക മുദ്രകൾ, സീലുകൾ, ലെറ്റർ പാഡുകൾ ഇതെല്ലാം കൃത്രിമമായി നിർമ്മിച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. തനിക്ക് ഈ ടെൻഡർ കിട്ടി, താനാണ് ഈ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പദ്ധതി നടപ്പാക്കുന്നത്, അത് സർക്കാരിൽ നിന്നും തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഇയാൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 300 കോടിയുടെ ഒരു വലിയ തട്ടിപ്പ് വലയാണ് ഇയാൾ വിരിച്ചിരിക്കുന്നത്. ഈ വിഴിഞ്ഞത്തിൻ്റെ വികസന സാധ്യതകൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇനി വിഴിഞ്ഞം തുറമുഖം ഏതാണ്ട് അതിൻ്റെ നിർമ്മാണം പകുതിയിലധികം പിന്നിട്ടിരിക്കുന്നു. അത് ഇപ്പോൾ ഫങ്ഷനിങ് ആണ്, അത് പ്രവർത്തനക്ഷമമാണ്. വലിയ കപ്പലുകൾ വരുന്നു, അതിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് കണ്ടെയ്നറുകൾ കയറ്റുന്നു, വീണ്ടും തീരം വിടുന്നു. വന്ന കപ്പലും പോകുന്നു, ഈ കണ്ടെയ്നറുകൾ കയറ്റിയ ചെറിയ കപ്പലും ഇവിടെ നിന്ന് യാത്രയാകുന്നു. എന്നാൽ ഈ കണ്ടെയ്നറുകൾ തീരത്തിറക്കിയിട്ട് റോഡ് മാർഗം നമ്മുടെ രാജ്യത്തിനകത്ത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് മാറിയിട്ടില്ല. അതിന് വലിയ രീതിയിൽ അതായത് വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്ന് തന്നെ സമീപ സ്ഥലത്ത് തന്നെ വലിയ രീതിയിൽ ഈ കണ്ടെയ്നറുകൾ ഇറക്കി വയ്ക്കാനുള്ള സ്ഥലം, ഭൂമി കിട്ടണം. അത് സംബന്ധിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സർക്കാർ അതിന് വേണ്ടുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പലരും ഈ പറഞ്ഞതുപോലെ തീരദേശത്ത് വിഴിഞ്ഞം തീരത്തോടടുത്ത് തന്നെ ഭൂമി കണ്ടെത്തി, അത് ചെറിയ ഭൂമി പോരാ, ഏക്കർ കണക്കിന് ഭൂമിയൊന്നും പോരാ, ഹെക്ടർ കണക്കിന് ഭൂമി വേണം. എങ്കിലേ ഈ നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് കൃത്യമായിട്ട് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് ഈ ചരക്ക് നീക്കം നടക്കുകയുള്ളൂ, ലോജിസ്റ്റിക്സ് നടക്കുകയുള്ളൂ. അതിനു വേണ്ടുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാജരേഖകളുടെ സഹായത്തോടുകൂടി നിക്ഷേപകരെ സമീപിച്ചിരിക്കുന്നത്. ഇതിന് വലിയ ഓഫീസൊക്കെ തുറന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണം വൻ സ്രാവുകളിലേക്ക് പോകും എന്നാണ്. ഇത് കേവലം ഒരു സൽമാനുൽ ഫാരിസ് മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ശൃംഖലയുണ്ട്. മലപ്പുറത്ത് മാത്രമാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അതോ മറ്റ് ജില്ലകളിൽ ഇത് കേന്ദ്രീകരിച്ചിട്ടുണ്ടോ, അവിടെയുള്ളവർക്ക് പങ്കുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ വൻകിട വികസന പദ്ധതികളുടെ പേരിൽ ഇത്തരം തട്ടിപ്പുകൾ, ഇത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇത് ഇപ്പോൾ അധികാരമേറ്റ സർക്കാരിൻ്റെ തണലിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമല്ല. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ, കാരണം ഈ സർക്കാർ അധികാരമേറ്റിട്ട് കേവലം 1 മാസം തികയുന്നതേ ഉള്ളൂ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇത് വളരെ വ്യാപകമായി ഈ തട്ടിപ്പിനുള്ള കളമൊരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം ആ വഴിക്ക് നീങ്ങേണ്ടതാണ്. സർക്കാരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ സഹായം ഈ സൽമാനുൽ ഫാരിസിന് ലഭിച്ചിട്ടുണ്ടോ? ഉദ്യോഗസ്ഥരാരെങ്കിലും ഇതിൽ പങ്കാളികളാണോ? അതുപോലെ ഈ പറഞ്ഞ ഔദ്യോഗിക മുദ്രകളും സീലുകളും ലെറ്റർ പാഡുകളും ഒക്കെ ഒരാൾ വെറുതെ അങ്ങ് തയ്യാറാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വൻ റാക്കറ്റ്, വലിയ തട്ടിപ്പ് മാഫിയ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്ന തുറമുഖ മന്ത്രി, തുറമുഖ ഉദ്യോഗസ്ഥർ, ഈ സീപോർട്ട് ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ഉദ്യോഗസ്ഥർ
ഇവരൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. ഈ തട്ടിപ്പിന് എത്ര ആഴമുണ്ട് എന്ന് എങ്കിലേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും സൽമാനുൽ ഫാരിസ് മുങ്ങിയിരിക്കുകയാണ്. പോലീസ് എത്രയും വേഗം ഇയാളെ പൊക്കട്ടെ. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഇതിൻ്റെ ആഴവും പരപ്പും വ്യക്തമാവുകയുള്ളൂ. ദയവായിട്ട് നമ്മുടെ പൊതുജനം കരുതിയിരിക്കുക. കയ്യിൽ പണമുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി ശരിയായ രേഖകളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പദ്ധതികളിൽ മാത്രം അത് നിക്ഷേപിക്കുക. ഇത്തരം കാര്യങ്ങൾ ഈ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അത് അദാനിക്കും ചീത്തപ്പേരുണ്ടാക്കുന്നതാണ്. ഈ വിഷയത്തിൽ സർക്കാരിനെ പോലെ തന്നെ അദാനി ഗ്രൂപ്പും തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഒപ്പം പൊതുജനങ്ങളും വന്ന് ചോദിക്കുന്നവർക്ക് അമിത ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി പണം നിക്ഷേപിക്കരുത്, അവർക്ക് കൊടുക്കരുത്. വളരെ അന്വേഷിച്ച് യഥാർത്ഥ പദ്ധതികളിൽ ശരിയായ സർക്കാർ മുദ്രയുള്ള ഈ പറഞ്ഞതുപോലെ നല്ല പദ്ധതികളിൽ, അത് സ്വകാര്യ മേഖലയിലായാലും ശരി പൊതുമേഖലയിലായാലും ശരി, യഥാർത്ഥ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് സർക്കാരിൻ്റെ എല്ലാ അനുമതികളുമുണ്ട്, അതൊരു സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള പദ്ധതിയാണ് എന്ന് തിരിച്ചറിഞ്ഞു വേണം പണം നിക്ഷേപിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടമാകും എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഉള്ള മനസ്സമാധാനം കൂടി നഷ്ടപ്പെടും. ദയവ് ചെയ്ത് പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും കാണിക്കണമെന്നേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.